ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലാലേട്ടം വന്ന എപ്പിസോഡിൽ എല്ലാവരും കൂടി ഒരു പരാതിയൊക്കെ എഴുതി ബൗളിലാക്കി വെച്ചിരുന്നത് നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്നേരം കൊണ്ടുപോയത് ഒരൊറ്റ ബൗളിലായിരുന്നു. പക്ഷേ അവിടെ ആ ഒരു പരാതി ബോക്സ് കൊണ്ടുവന്ന് വെച്ച സമയത്ത് 2 ചില്ല് ബൗളിലായിട്ടായിരുന്നു ഈ പരാതികളിരുന്നത്. അതായത് അനീഷിനെ കുറിച്ച് എഴുതി വച്ച പരാതികളെല്ലാം കൂടി ഒരെണ്ണത്തിലും, അല്ലാതെ ഉണ്ടായിരുന്ന പരാതികളെല്ലാം കൂടി മറ്റൊരെണ്ണത്തിൽ, അങ്ങനെ 2ആയിട്ടാണ് വച്ചിരുന്നത്. അപ്പോൾ ലാലേട്ടൻ തന്നെ ചോദിക്കുന്ന സമയത്ത് എല്ലാം അനീഷിനെതിരെയാണ് കൂടുതലും പരാതികൾ. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇന്നത്തെ ദിവസം ലാലേട്ടൻ വന്ന് ചോദിക്കുന്ന സമയത്ത് അനീഷിനെ വറുചട്ടിയിലിട്ട് വറുക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എല്ലാവരുടെയും ആ ഒരു ചിന്താഗതികളുണ്ടല്ലോ തകർന്നടിഞ്ഞതാണ് കാണുന്നത്. അതായത് പലരും കുറ്റം പറയുന്ന സമയത്ത് ഇപ്പോൾ ആദില നൂറയായാലും, ഇപ്പോൾ നമ്മുടെ അനുമോളായാലും, അപ്പാണി ആയാലും, അക്ബർ ആയാലും, അങ്ങനെ ആരായാലും അനീഷിനെ കുറിച്ച് കുറ്റം പറയുന്ന സമയത്ത് അനീഷിനോട് അതേക്കുറിച്ചിട്ടൊക്കെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ അനീഷിന് എല്ലാത്തിനും ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരമുണ്ട് കൊടുക്കാനായിട്ട്. ബബ്ബ അടിക്കുന്ന പരിപാടിയൊന്നും അനീഷിനില്ല. അനീഷ് വ്യക്തമായിട്ട് തന്നെ ഞാനത് പറഞ്ഞെങ്കിൽ പറഞ്ഞു, എന്താണ് കാരണം പറയാനുള്ളതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു പോയിന്റ് പോലും വിടാണ്ട് കാര്യകാരണങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ ഇനി എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരൻ അത് സമ്മതിച്ചു കൊടുക്കത്തില്ല. ഞാനത് അങ്ങനെ പറഞ്ഞില്ല എന്ന് തന്നെ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. ശരിക്കും പറയുകയാണെങ്കിൽ വളരെ നിലപാടുള്ളൊരു മനുഷ്യൻ തന്നെയാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി. ഇന്നത്തെ ഈ ഒരു ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡ് കൊണ്ടുപോയത് ശരിക്കും പറയുകയാണെങ്കിൽ അനീഷിനെ തന്നെയായിരുന്നു കൂടുതലും കാണിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റുള്ളവരെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അനീഷിനെ ഊക്കി വിടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു പലരും ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പാണിയൊക്കെ ഓരോന്ന് പറയുന്ന സമയത്ത് ലാലേട്ടനുണ്ടല്ലോ നല്ല കുറിക്ക് കൊള്ളുന്ന മറുപടി തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും കൊടുത്തത്. എന്നിട്ട് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു മനുഷ്യൻ്റെ ക്യാരക്ടർ, ഈ ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളോട് മിണ്ടാൻ താല്പര്യമില്ല, നിങ്ങൾ ഒരു കൈപ്പാട് അകലെ നിന്നാൽ മതി എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടണ്ട. ഇനി നിങ്ങൾ വന്ന് ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനോട് മറുപടി പറയാൻ താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങളത് ചോദിക്കാൻ പോണ്ട എന്നാണ് പറഞ്ഞത്. ശരിക്കും പറയുകയാണെങ്കിൽ പരാതി പറയാൻ ചെന്ന വീട്ടുകാർ എല്ലാവരും ശരിക്കും ലാലേട്ടൻ ഊക്കി വിടുന്ന ഒരിതാണ് നമ്മൾ കണ്ടത്. കാരണം അനീഷിനോട് എല്ലാത്തിനും ക്ലിയർ ആയിട്ട് ചോദിക്കുമ്പോൾ അനീഷിന് അതിനെല്ലാത്തിനും മറുപടിയുണ്ട് പറയാനായിട്ട്. അപ്പോൾ അത് പിന്നെ ഒരു കാര്യം മാത്രം ലാലേട്ടൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ആദില നൂറയുടെ ആ ഒരു ഫാമിലി ഇഷ്യൂവിൽ പുള്ളിക്കാരൻ അഭിപ്രായം പറഞ്ഞതിനെ പറ്റിയിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അനീഷിനോട് ലാലേട്ടൻ പറഞ്ഞ ആ ഒരു കാര്യം മാത്രമേ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അനീഷിൻ്റെ ലൈഫിൽ കയറി സംസാരിക്കാൻ ഞാൻ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല, പക്ഷേ ഇതൊരു ഫാമിലി ഇഷ്യൂസ് ആയതുകൊണ്ട് ഇതിനെനിക്ക് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല അനീഷ്, അതുകൊണ്ട് പറയുകയാണ്. അനീഷിൻ്റെ ലൈഫിൽ ഡിവോഴ്സായ പ്രശ്നമാണ് എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് മറ്റുള്ളവരാരെങ്കിലും ഇടവിട്ട് സോൾവാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് അത് ഇഷ്ടമാവുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനീഷ് പറയുന്നത് സോറി ലാലേട്ട, ആ കാര്യം പുള്ളിക്കാരൻ സമ്മതിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇവരെല്ലാവരും എന്നിൽ നിന്നും കുറേയൊക്കെ ഒരു കാര്യവും ആരും എന്നോട് ഒന്നും പറയാറില്ല. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ബെഡ് സ്പേസിൽ വന്നിട്ട് ഈ ആദില നൂറയൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അവരെന്നോട് മിണ്ടില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. താല്പര്യമില്ലാത്തത് കണക്ക് നിൽക്കുന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അവരെടുത്ത് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് പുള്ളിക്കാരൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ പറയുന്നത് എന്തായാലും ആ ഒരു വിഷയം സോൾവ് ആയല്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും ഇരുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആദില നൂറയ്ക്ക് ആദില ഒട്ടും അത് മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല. പുള്ളിക്കാരത്തെ കരയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
അങ്ങനെ എന്തായാലും പക്ഷേ അനീഷിൻ്റെ മുഖത്ത് എപ്പോഴും ഒരേ ഭാവം തന്നെയാണ്. ആ ദേഷ്യപ്പെടുന്ന സമയത്താണെങ്കിലും പിണങ്ങിയിരിക്കുന്ന സമയത്താണെങ്കിലും എപ്പോഴും പുള്ളിക്കാരൻ. പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടെ നടന്ന കാര്യത്തെ പറ്റിയിട്ട് ഇപ്പോൾ അപ്പാണി ചരിത്രമൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ ഏതെങ്കിലും മത്സരാർത്ഥി ആണെങ്കിൽ അപ്പാണി അനുമോളൊക്കെ പറഞ്ഞ സംഭവങ്ങൾ അവരെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. പക്ഷേ അതിങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞേനെ. പക്ഷേ അദ്ദേഹം അതുപോലും പറയുന്നില്ല. ആരെന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല, ഞാൻ ഹാപ്പിയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എനിക്കത് കേട്ടപ്പോൾ രേണു സുധിയാണ് ഓർമ്മ വന്നത്. ആരൊക്കെ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ ഹാപ്പിയാണ്, നെഗറ്റീവ് എനിക്ക് ഹരമാണെന്ന് രേണു സുധി പറഞ്ഞൊരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും രേണു സുധിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ പുള്ളിക്കാരത്തി തകർന്നു പോയി കേട്ടോ. അത് സ്വാഭാവികമായിട്ടും ആർക്കും തോന്നുന്നത് തന്നെയാണ്. പക്ഷേ ഈ പുള്ളിക്കാരനെ കിഴങ്ങനെന്നും വായി നോക്കിയെന്നും ചെറ്റയെന്നും നാറിയെന്നും എന്തെല്ലാം പറഞ്ഞിട്ടും പുള്ളിക്ക് ഒരു പ്രശ്നവുമില്ല. പുള്ളി ഹാപ്പിയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അനീഷ് കൊണ്ടുപോയി എന്നുള്ള കാര്യമാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ അനീഷ് ഇന്നത്തെ ദിവസം മാത്രമല്ല എല്ലാ ദിവസവും കൊണ്ടുപോകുന്നത് അനീഷിൻ്റെ ആ ഒരു മേൽനോട്ടത്തിൽ തന്നെയാണെന്നേ ഞാൻ പറയൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം, അനീഷ് എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പരമാവധി ചൊറിഞ്ഞ് ഭ്രാന്താക്കുന്നുണ്ട് ഓരോ വ്യക്തികളെയും. ഇത് കാണുന്ന ജനങ്ങൾക്കും അനീഷിനോട് മാനസികമായിട്ടൊരു വെറുപ്പൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക, ഈ പുള്ളിക്കാരൻ ഈ ഒരു ഷോയിൽ നിന്നും പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു ഷോ ഉറക്കം തൂങ്ങി പോലെ ആവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ പുള്ളിക്കാരൻ ചെന്ന് ചൊറിയുകയും മാന്തുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ബാക്കിയുള്ളവരൊന്നും ഉണരുന്നത്. അല്ലെങ്കിൽ എല്ലാവരും പാട്ടും പാടി അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും പറഞ്ഞ് അവരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയാൽ നമ്മളിത് ലൈവ് കാണുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങിയിരിക്കേണ്ട ഒരവസ്ഥ വന്നാനെ. അത് ഇല്ലാതിരിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അനീഷ് എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥി ഉള്ളതിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. ശരിക്കും അനീഷ് കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കപ്പടിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരു മത്സരാർത്ഥി തന്നെയാണ് അനീഷ്. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. ഇത് പറയുമ്പോൾ ആരും എന്നെ അനീഷിൻ്റെ PR ആക്കരുത്. ആക്കിയാലും എനിക്ക് വിഷയമൊന്നുമില്ല. അനീഷിനെ എനിക്കറിയില്ല, എനിക്ക് ആരെയും PR വർക്ക് ചെയ്യാനുള്ള സമയവുമില്ല. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കമൻറ്റ് ചെയ്തേക്കുക. ഇനി ഇതുപോലെ അപ്പോഴറിയുന്ന കാര്യങ്ങൾ അവിടെ നാളത്തെ പ്രൊമോ കാണിച്ചപ്പോഴത്തേക്ക് ഷോ നിർത്തിവെക്കുന്നു എന്നൊക്കെയുള്ളൊരു അറിയിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അതേ പറ്റിയിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോ നിർത്തിവെക്കുന്നത് കാരണം നാളത്തെ പ്രൊമോ കാണിച്ചാൽ ഭയങ്കര അടിപിടിയൊക്കെ ആയിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായിട്ടാണ് കാണിക്കുന്നത്. ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോയാണ്, നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ പോലും എന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ട്. ഇനി ഞാൻ മത്സരാർത്ഥികളുമായിട്ട് യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ട്. പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി, താൽക്കാലികമായിട്ട് ഷോ നിർത്തിവെച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷേ അത് അറിയില്ല. ഇനി അത് നമുക്ക് നാളത്തെ ലൈവിൽ കാണാം. ലൈവിൽ കണ്ടു കഴിയുമ്പോൾ അപ്പോഴായിട്ട് നിങ്ങളുമായിട്ട് ഞാനത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.